ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എവിടേക്ക് ഞങ്ങൾ പോകണെച്ചിങ്ങിൽ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. എന്താന്ന് വിശേഷം? അനിയൻ വരികയാണല്ലേ. അപ്പോൾ അനിയനെ വിളിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ മദ്രസൊക്കെ വിട്ടു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മുസ്തഫയുടെ ഓട്ടോറിക്ഷയിലാട്ടോ ഞങ്ങൾ പോണത്. തൊട്ടടുത്ത വീട്ടിലത്തെ എന്ത് ഓട്ടോ ഉണ്ടെങ്കിലും ആ കട ഓട്ടോറിക്ഷയിലാട്ടോ ഞങ്ങൾ പോവുക. അപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ പോണ വഴിയാണ്. അങ്ങനെ വീട് എത്തിയിട്ടാണ്. കുറച്ചൊന്നും അങ്ങനെ എടുത്തില്ല വീഡിയോ. കുറേ ലെങ്ത്തായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബോറടിച്ചു തുടങ്ങും. അനിയനെ കാണണ്ടേ, എൻ്റെ അനിയനെ കാണണ്ടെങ്കിൽക്കൊക്കെ. അപ്പോൾ ഉമ്മ അവിടെ ഭയങ്കര തിരക്കിൽ തന്നെയാണ് കേട്ടോ. ഉമ്മ ഇറച്ചി മേടിച്ചിട്ടുണ്ടെന്ന് ഞായറാഴ്ച അല്ല. അപ്പോൾ ഇത്തിരി ഇറച്ചി മേടിച്ചു, ഇത്തിരി രസം വയ്ക്കുന്നുണ്ട്. പിന്നെ ഇക്ക വരുന്നതല്ലേ ചോറ് വയ്ക്കാൻ. അപ്പോൾ ഇക്കാക്ക് എൻ്റെ ഉമ്മ വയ്ക്കണ രസം വയ്ക്കണത് ഭയങ്കര ഇഷ്ടമാട്ടാ. അപ്പോൾ അതെന്തായാലും ഇക്ക വരുന്ന ദിവസം അത് വെക്കാറുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് വരുമ്പോൾ അമ്മായിമ്മ സൽക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഒരാഴ്ച മുന്നേ പറഞ്ഞോളൂ കേട്ടോ, ഇക്ക ഭയങ്കര ക്ഷീണമല്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇക്ക പറയണേ, ഞാൻ എൻ്റെ ഉമ്മയുടെ വന്ന് കയറി എൻ്റെ ഉമ്മ വെച്ച് തരുന്നതൊക്കെ കഴിച്ചിട്ട് വണ്ണം വെച്ചത്. നന്നായിട്ട് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ഉമ്മ. കയറി വരുമ്പോൾ ഭയങ്കര തോനെ ചോറും എന്താ വേണ്ടിച്ചെങ്കിൽ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കൂട്ടാ. അങ്ങനെയൊക്കെ ഞാൻ ഇപ്പോൾ അങ്ങനെ പറഞ്ഞു ഇപ്പോൾ ഒരാഴ്ച മുന്നേ. അപ്പോൾ അതാട്ടെ ഞാൻ വീഡിയോയിൽ അത് പറഞ്ഞത്. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒക്കെ വരുമ്പോൾ എന്താ വേണ്ടിച്ചെങ്കിൽ ഉമ്മ ഉണ്ടാക്കി കൊടുക്കൂട്ടാ. അപ്പോൾ എൻ്റെ ഉപ്പ പോയിട്ട് ഷർട്ടൊക്കെ എടുത്ത് വന്നേക്കാട്ടാ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സ്പ്രേ മേടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മയുടെ കൈമ്മ അടിച്ചു കൊടുത്ത് നോക്കുകയാണ്. എങ്ങനെയുണ്ട് മണത്ത് നോക്ക്, നല്ല മണമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മയുടെ കൈമ്മ അടിച്ചു കൊടുക്കുന്നുണ്ട്. അത് അടിച്ചത് എവിടേക്കാ, ഈ സൈഡിലേക്കാണ് പോയിട്ടാ. അതിൻ്റെ ഇടയിൽ അനിയത്തി അവിടെ ചോറ് വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ കുട്ടികൾക്ക്. അപ്പോൾ ഇക്ക വന്നപ്പോൾ ഷംനയുടെ ചെറുത് കട മടിയിൽ പോയി ഇരിക്കുകയാണ്. ഇക്കാനെ ഭയങ്കര ഇഷ്ടമായിട്ട് അധികം കാണും കൂടിയില്ല. മൂത്തോള് പൊന്നൂസൊന്നും ഇങ്ങനെ വന്നിട്ടില്ല കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടം. എല്ലാവരുടെ അടുത്തേക്കും വരും കേട്ടോ. ഒരു പരിചയക്കുറവുമില്ല, ഒന്നുമില്ല. അപ്പോൾ ഇക്കാക്ക് ചോറിനാൻ പറ്റുന്നില്ല മടിയിലിരിക്കണ കാരണം. അപ്പോൾ ഞാനങ്ങോട്ട് വേഗം എടുത്ത് ഇക്കാടെ ചോറയ്ക്കലും പിള്ളേരുടെ ചോറയ്ക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ മടിയിൽ പോയിരിക്കണ നോക്ക് ഞങ്ങൾക്കൊക്കെ അതിശയമാവും കേട്ടോ. ആരുടെ അടുത്തേക്കും വരുന്നില്ല. ഇക്കാടെ അടുത്തേക്ക് പോയി പിന്നെ ആരുടെ അടുത്തേക്കും അവൾ വരില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര അതിശയം. അപ്പോൾ അങ്ങനെ നല്ല സ്നേഹം കേട്ടോ എല്ലാവരോടും അവൾക്ക്. അപ്പോൾ അങ്ങനെ ഇനി എന്താ പോവാനൊക്കെ ഒരുങ്ങി വേഗം ചോറയ്ക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങളുടെ ചോറയ്ക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി വൃത്തിയാക്കി. അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. ഞാനും ഡ്രസ്സ് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നെ കണ്ടിട്ടില്ലല്ലോ വീഡിയോയിൽ. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിക്കാട്ടോ, കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഉമ്മ അതാ ഡ്രസ്സൊക്കെ മാറിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ അവിടെ എന്തോ അപ്പുറത്ത് വീട്ടിലേക്കൊന്ന് പോയിക്കുക, എന്തോ ഒരു ആവശ്യം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉപ്പാനെ ഞാൻ കാട്ടിയിട്ടില്ല. ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉപ്പാക്ക് എന്ത് ത്രില്ലിലറിയോ, മകൻ വരില്ലേ. ഉമ്മാക്കും ഉപ്പാക്കും എല്ലാവർക്കും ഉണ്ട് കേട്ടോ സന്തോഷം. എന്നാലും ഉപ്പാക്കും ഉമ്മാക്കും ഒരു കൂടുതലൊരു സന്തോഷം കേട്ടോ. എന്താ വെച്ചെങ്കിൽ എവിടെയും പോയി നിന്നിട്ടില്ല അവനെ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഗൾഫിൽ പോയിട്ട് നിൽക്കണത്. അപ്പോൾ വിട്ട് നിന്നിട്ടില്ല, ഉപ്പാനും ഉമ്മാനും വിട്ട് നിന്നിട്ടില്ല കേട്ടോ. എൻ്റെ അടുത്ത് തന്നെ വന്ന് നിന്നാണ്ടല്ലോ മുള്ളുമ്പോൾ നിൽക്കണമെന്നേ അവൻ നിൽക്കുക. അപ്പോൾ അങ്ങനെ അവൻ്റെ ബുള്ളറ്റാട്ടോ, അവൻ്റെ ബുള്ളറ്റ് നാശമായിട്ട് നേരാക്കാൻ കൊടുത്തേക്കായിരുന്നു. ഇന്നലെയൊക്കെ നേരാക്കിയിട്ട് കുറന്ന് വെച്ചിട്ട് അവന് കാണണം. വന്നു കഴിഞ്ഞാൽ ബുള്ളറ്റ് കണ്ടോട്ടെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ഭയങ്കര ഇഷ്ടമാട്ടോ ബുള്ളറ്റ്. സ്വന്തമായിട്ട് അവൻ മേടിച്ചതാണ്. അതിൻ്റെ അടവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ പോത്തോളനൊക്കെ പാടത്ത് കൊണ്ട് കെട്ടിക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊക്കെ കൊണ്ടുവന്ന് തോട്ടിൽ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഡ്രസ്സ് കണ്ടില്ലേ നിങ്ങൾ. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഉപ്പ് എടുത്താൽ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എടുത്താന്നുണ്ട്, ഷംനാക്ക് എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വണ്ടി വന്നു, അസി വന്നിട്ടുണ്ട് അനിയൻ. അപ്പോൾ അവന് വീഡിയോയിൽ നിൽക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. എന്നാലും ചെറുതായിട്ടൊക്കെ ഞാൻ എടുത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ അവനെ. അങ്ങനെ ഞാൻ വീഡിയോ പിടിച്ച് നിൽക്കുമ്പോൾ പറയണേ എന്നെ എടുക്കല്ല കേട്ടോ താത്ത പറയണേ. അപ്പോൾ ഞാൻ നൈസായിട്ടൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് പറയാം. അപ്പോൾ വണ്ടി ഒരു ചെറിയൊരു ട്രാവലർ തന്നെയാണ് കേട്ടോ. എല്ലാവരും കൂടി പോകുമ്പോൾ ഇങ്ങനെ തന്നെ പോകണം. എന്താ വെച്ചെങ്കിൽ മറ്റേ നിങ്ങൾ കളിയാക്കൊന്നും ചെയ്യരുത് കേട്ടോ. എന്താ വെച്ചെങ്കിൽ മറ്റേ വണ്ടിയിൽ ആയി കഴിഞ്ഞാൽ തിരികെ അല്ലെങ്കിൽ എന്നെ ഛർദ്ദിച്ചു കേട്ടോ. വരുമ്പോൾ കുഞ്ഞോട് 2 വട്ടം ഛർദ്ദിച്ച് വണ്ടിയിൽ ഇരുന്നിട്ട് പൈസ ഇവിടെ എത്തിയെന്ന് ഛർദ്ദിച്ചു കേട്ടോ. അപ്പോൾ രണ്ടാൾക്കും ഛർദിയും കുഴച്ചിലൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ പാട്ടൊക്കെ വെച്ച് അടിപൊളിയായിട്ട് പോവുക. കുറച്ച് നേരമൊക്കെ നല്ലപോലെ ഉഷാറിലിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് കുഴഞ്ഞു രണ്ടാളും. ഒരാളിൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങി. കുഞ്ഞോള് വരുമ്പോഴാട്ടാ കുഞ്ഞോള് ഛർദ്ദിച്ചത്. അങ്ങനെ
ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എവിടേക്കും പോയിട്ട് ശീലമില്ലേ, എങ്ങടെയിലൊക്കെ പോയിട്ടൊന്നും ശീലമില്ല. അപ്പോൾ ലോങ് പോയി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഛർദിയുടെ ഗുളികയും ഒക്കെ കഴിച്ചായിരുന്നു. ഞാൻ ഛർദിച്ചില്ല കേട്ടോ. എന്നാലും വയറിൻ്റെ ഉള്ളിൽ ഒരു ഉഴച്ചിലൊക്കെ അങ്ങോട്ട് വന്നു. ഞാൻ പേടിച്ച് ഇപ്പം അങ്ങോട്ട് പോവോ എന്നങ്ങോട്ട് ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഗുളിക കഴിച്ച കാരണം ഞാനും ഉമ്മയും ഛർദിക്കുന്ന ആളാട്ടാ. അത് കാരണം എനിക്കും ഉമ്മാക്കൊരു കുഴപ്പമുണ്ടായില്ല. ഷംനാക്ക് പിന്നെ ശീലമായി. എന്താ വെച്ചാൽ അവൾ കോളേജിലൊക്കെ പോയിട്ട് ഇങ്ങനെ ബസ്സിലൊക്കെ പോയി ശീലമായി കാരണം അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊന്നും ഇല്ല യാത്ര ചെയ്യാനൊന്നും കേട്ടോ. അപ്പോൾ പൈസ ഇതാ കുഴഞ്ഞു തുടങ്ങിയിട്ട് അവൻ ഇങ്ങനെ കുഴയുന്നുണ്ട്. അപ്പോൾ ഉപ്പാക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഉപ്പ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നല്ല പാട്ടൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ പോണത്. പാട്ട് കൊടുത്തു കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് വരും. അതാട്ടെ ഞാൻ പാട്ട് കൊടുക്കാത്തത്. അപ്പോൾ ഷംനയുടെ അനിയൻ അത് അവിടെ അല്ല, ഷംനയുടെ അനിയനല്ല, ഷംനയുടെ ഹസ്ബൻഡ് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എയർപോർട്ടിൽ എത്തി. ആദ്യമായിട്ടാട്ടെ ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ട് കാണണത് കേട്ടോ. ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഇവർ ലിഫ്റ്റിൽ ഇങ്ങനെ കയറുന്നുണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരികയാണ്, ഞങ്ങൾ സിറ്റി സെൻറ്റർ കാണാൻ പോയപ്പോൾ ചെറുപ്പത്തിൽ, ഞാൻ എത്രയില് 9ൽ പഠിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങളൊക്കെ പോയപ്പോൾ എൻ്റെ ഉപ്പാനും ഉമ്മാനും എല്ലാവരെയും ഞാൻ തട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ സംഭവത്തിൽ കയറുമ്പോൾ എനിക്ക് പേടിക്കാൻ അറിയില്ല ഇതിൽ കയറാൻ. എനിക്കിങ്ങനെ ഫോൺ കണ്ടിട്ട് പേടിച്ചിട്ട് ഉപ്പാനെ ആദ്യം പിടിച്ച് വലിച്ചു. എല്ലാവരും വീടോട്ടായി. എനിക്കത് ഓർമ്മ വരിക കേട്ടോ. എനിക്കിത് കാണുമ്പോൾ എന്നെ പേടിയാണ്. എനിക്ക് പേടിയാട്ടെ ഈ സംഭവം. അപ്പോൾ ഇവരൊക്കെ എന്നെ പറയുകയാണേ, ഒന്ന് കയറി വെക്ക് എന്നൊക്കെ പറയും എൻ്റെ അടുത്ത്. ഞാൻ കയറിയിട്ട് നിങ്ങൾ കാണുമെന്ന് പറയാം ഞാൻ. അങ്ങനെ നെടുമ്പാശ്ശേരി എയർപോർട്ട് കണ്ടു കേട്ടോ. അങ്ങനെ വോയിസ് കൊടുക്കേണ്ടത് എപ്പോഴാണെന്ന് അറിയാം നിങ്ങൾക്ക്? 12 മണി ആയിട്ടുണ്ട് കേട്ടോ. അവൻ വന്ന് പെട്ടിയൊക്കെ പൊളിച്ച് ഒക്കെ നിങ്ങൾക്ക് നാളെ കാണാം കേട്ടോ. ഇന്നത്തെ വീഡിയോ അവൻ വന്നതും അവനെ കാട്ടിയിട്ടൊക്കെ ഉണ്ട്. ഇനി പെട്ടി പൊളിക്കുന്നത് ഞങ്ങൾക്ക് എന്താ തന്നതും ഒക്കെ നിങ്ങൾക്ക് ഇൻഷാ അല്ലാ നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. അങ്ങനെ ഞാനും ഉമ്മയൊക്കെ അവൻ വന്നിട്ടുണ്ട്, ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അവൻ ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ ഓരോ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ലേശം നേരമാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര പൊരിച്ചിൽ, അവനെ കാണാണ്ട് ഭയങ്കര പൊരിച്ചിൽ തന്നെ ആയിരുന്നു കേട്ടോ. അതിപ്പോൾ എല്ലാവർക്കും അതിലും ഉണ്ടാവില്ലേ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നോക്കിക്കാണേ. അപ്പോൾ അസിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഇവിടെ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളെല്ലാം അവനെ അറിയാം കേട്ടോ. അപ്പോൾ അവൻ എന്തൊക്കെ കാണിക്കുന്നത് അത് നോക്കിയിട്ട് ഞങ്ങൾ അവൻ്റെ പിന്നാലെ കിടക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതെന്താ സംഭവം, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ട്. അപ്പോൾ ഞാനൊക്കെ ഈ ഇതിലൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ അനിയനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അന്നും അലഹംദുലില്ല. അപ്പോൾ അല്ലാതെ നന്ദി പറയുകയാണ് കേട്ടോ. ഇതൊന്നും ഇങ്ങനെ മൊബൈലിലും പിന്നെ ഓരോരുത്തരുടെ സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ വരാനൊരു ഭാഗ്യം ഉണ്ടായി. അപ്പോൾ അവനെ നോക്കിയിട്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അവ ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു കടയിലേക്ക് അവിടെ ഇങ്ങനെ അവിടെ ഒരു കട കാണുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയേക്കുക. എന്താ വെച്ചെങ്കിൽ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരാൻ എന്താ വെയിറ്റ് കൂടി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ മുട്ടായി പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല അത്ര. അപ്പോൾ അവന് മുട്ടായി ഇല്ലാണ്ട് പിള്ളേരൊക്കെ ഉള്ളതല്ലേ, മാമാനെ കാത്തിട്ടാട്ടോ നിൽക്കണത്. അപ്പോൾ അവന് സമാധാനം ഇല്ലേ മുട്ടായി ഇല്ലാണ്ട് വരാൻ. അപ്പോൾ കടയിൽ അവൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുട്ടായി മേടിച്ചിട്ട് വരാനാണ് നിൽക്കണത്. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും ടാറ്റ കൊടുക്കുന്നുണ്ട്. അവനെ കാണാണ്ട് ഞങ്ങൾക്ക് അവൻ വരുന്നുണ്ട് തോന്നുന്നു. ഒക്കെ ഒരേപോലെ ഈ ഉന്തിയിട്ട് ഇങ്ങനെ വരാനേ മനസ്സിലാവണല്ലേ. അതാ വരുന്നു കേട്ടോ, അവൻ ഉന്തിയിട്ട് വരുന്ന കണ്ട. അപ്പോൾ എൻ്റെ ഉണ്ണിയാണ് വരുന്നത്. അവൻ കടയിൽ നിൽക്കണ കണ്ടു. അപ്പോൾ ഒരേപോലത്തെ ഷർട്ടുകാരനേ. അപ്പോൾ അതാ പോണു അവൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് അവനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അറിയാത്ത കാരണം ഞങ്ങൾ അങ്ങോട്ട് പോയി, അറിയില്ലല്ലോ. ഞാനിവിടെ നിന്നു, ഇവരൊക്കെ അങ്ങോട്ട് പോയപ്പോൾ അങ്ങോട്ട് പോകാൻ പാടില്ല പറഞ്ഞു. അപ്പോൾ അതാ വരുന്നു. മാഷാ അല്ലാ എൻ്റെ ഉണ്ണി എത്തിയിട്ട്. അപ്പോൾ എല്ലാവർക്കും സങ്കടം വന്നു. ഞങ്ങളൊക്കെ കരഞ്ഞു കേട്ടോ കണ്ടപ്പോൾ. ഉമ്മയും കരഞ്ഞു, ഞാനും കരഞ്ഞു, ഉപ്പയും കരഞ്ഞു. എല്ലാവർക്കും വിഷമമായി. കുറേ ആയി ഇങ്ങനെ നിന്നിട്ടില്ല കേട്ടോ. എനിക്ക് പറയുമ്പോൾ എന്നെ സങ്കടം വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഒന്നും അവൻ മാറി നിന്നിട്ടില്ല. അപ്പോൾ കാണുമ്പോൾ ഇങ്ങനെ ഭയങ്കര വിഷമം. അങ്ങനെ എനിക്ക് സങ്കടം വന്നു ഗെയ്സ്. ആ സീന് കണ്ടപ്പോൾ എനിക്ക് കരച്ചിൽ വന്നതാട്ടോ. അങ്ങനെ അവനെ കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അപ്പോൾ എൻ്റെ ഉണ്ണീനെ കണ്ടില്ലേ, അപ്പോൾ എൻ്റെ അനിയനാണ്. ഞങ്ങൾ ഉണ്ണീന്നാണ് വിളിക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങളൊക്കെ എത്തി, വണ്ടിയിലൊക്കെ കയറി. അപ്പോൾ അവ ഒന്നും കഴിച്ചിട്ടില്ല അത്ര. ആകെ ഒരു സാൻഡ്വിച്ച് മാത്രം അത്ര പ്ലെയിനിൽ നിന്ന് കഴിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് ചപ്പാത്തിയും പൊറാട്ടൊക്കെ കഴിച്ചു. അപ്പോൾ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കട്ടോ. അത് കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് അങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോരുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ഫാമിലി വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക ഇൻഷാ അല്ലാ. അപ്പോൾ വണ്ടിയിൽ പാട്ടൊക്കെ വെച്ച് അടിച്ച് പൊളിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ അല്ലാതെ അൽഹംദുലില്ലാ എത്ര പറഞ്ഞാലും തീരില്ല. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത നല്ല പുതിയ നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. ബായ്.